എന്നാണ് അവരുടെ വിഷയം. ഇന്നത്തെ ദൈവവചനം ക്രിസ്തീയ ജീവിതത്തിൻ്റെ കാതലായ ഒരു അന്തസ്സത്താണ്. അത് ഒരുവൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ, അവൻ്റെ ഹൃദയത്തിൽ, അവൻ്റെ ജീവിത ശൈലികളിൽ, അവൻ്റെ പെരുമാറ്റത്തെ സമസ്ത മേഖലകളിൽ അവനെ രൂപാന്തരപ്പെടുത്തുവാൻ കഴിയുന്നതാണ്. ഇന്ന് നമ്മുടെ സൺഡേ സ്കൂൾ കുഞ്ഞുങ്ങൾ ദൈവവചനത്തിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ അല്ലെങ്കിൽ വചനം മനുഷ്യ ജീവിതത്തിൽ എങ്ങനെയൊക്കെയാണ് ക്രിയ ചെയ്യുന്നത് എന്ന് കാണിക്കുവാൻ പോവുകയാണ്. ദൈവവചനം ഇരുവായുത്തിലുള്ള വാളായി ജീവിതത്തിന്റെ വേണ്ടാത്ത സ്വഭാവങ്ങളെ വെട്ടിമാറ്റുന്നു. വിവേചന ആത്മാവിനെ അവനിൽ നൽകുന്നു, ഒരു പുതിയ സൃഷ്ടിയാക്കി മാറ്റുന്നു. അത് എബ്രായർ 4:12 അടുത്തത് കണ്ണാടി. വചനം ഒരു കണ്ണാടിയാണ്. നമ്മുടെ മുഖം കണ്ണാടിയിൽ നോക്കി നാം കുറവ് തീർക്കുകയും ഭംഗി വരുത്തുകയും ചെയ്യുന്നത് പോലെ ഹൃദയത്തിനുള്ള കണ്ണാടിയാകുന്നു വചനം. അതിലൂടെ നമ്മെ ആത്മീകമായി നന്നാക്കുവാൻ കഴിയും. ദൈവത്തിന്റെ വചനം നമ്മെ നേർവഴി നടത്തുന്നു, കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമാക്കുന്നു. ഈ പ്രകാശത്തിലൂടെ നടന്നാൽ നാം നിത്യതയോളവും എത്തുന്നതാണ്. ദൈവത്തിന്റെ വചനം അണ്ണാക്കിന് എത്ര മധുരം, മറ്റേതിനേക്കാളും മധുരമായത് തന്നെ. ഈ രുചി നമ്മുടെ വായിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എപ്പോഴും ഇത് ഭക്ഷിക്കുവാൻ നാം മറക്കരുത്. ഒരു ശിശുവിന്റെ ജീവിതത്തിലെ ആരോഗ്യമായ വളർച്ചയ്ക്ക് പാലിന് എത്രമാത്രം പ്രാധാന്യതയുണ്ടോ അതുപോലെയാണ് ആത്മീക മനുഷ്യന്റെ വളർച്ചയ്ക്കും വചനം എന്ന മായമില്ലാത്ത പാൽ കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് നിത്യം പാനം ചെയ്താൽ നാം ക്രിസ്തുവിനോളം വളരുവാൻ ഇടയാകും. വചനം അപ്പമാണ്, അത് ബ്രെഡാണ്. വചനം ജീവന്റെ അപ്പമാണ്. ദൈവവചനം ആത്മീയ ജീവിതത്തിലെ വിശപ്പ് മാറ്റുവാനും വളർച്ചയ്ക്കും അവൻ ആത്മീയമായി ജീവിച്ചിരിക്കുവാനും എന്നും ഇത് ഭക്ഷിച്ചിരിക്കണം. ഇത് ഭക്ഷിക്കാതെ വന്നാൽ പോഷകങ്ങളുടെ കുറവ് ക്രമേണ ഉണ്ടാകുകയും ഒടുവിൽ ആത്മീയ മരണം സംഭവിക്കുകയും ചെയ്യും. നമ്മുടെ കുഞ്ഞുങ്ങൾ പാല് കുടിക്കുന്നത് പോലെയും തേൻ ഭക്ഷിക്കുന്നത് പോലെയും എല്ലാം അവരുടെ ജീവിതത്തിൽ ഈ ദൈവവചനം എന്നും അവരും അഭ്യസിക്കുവാൻ മാതാപിതാക്കൾ എല്ലാവരും അവരെ സഹായിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞങ്ങളുടെ ചെറിയ സ്പെഷ്യൽ പ്രോഗ്രാം